നമ്മുടെ ബിഗ് ബോസ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നോമിനേഷൻ എന്ന് പറയുന്നത് നൂറയ്ക്ക് മാത്രമാണ് വിമുക്തി നേടിയിരിക്കുന്നത്. കാരണം ടിക്കറ്റ് ഫിനാലെ കാർഡ് നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നൂറ നേരിട്ട് ടിക്കറ്റ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം ബിഗ് ബോസ് വേറൊരു കാര്യം കൂടെ അനൗൺസ് ചെയ്തു. എല്ലാ ആൾക്കാരും നോമിനേഷനിലുണ്ട്. അതായത് നൂറ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നോമിനേഷനിൽ വന്നിരിക്കുകയാണ് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെ മുഖമൊക്കെ ഒന്ന് മങ്ങിയെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിച്ചത് നമ്മുടെ അക്ബറിനും അതേപോലെ നെവിനുമായിരുന്നു. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, അവർക്കെതിരെ ഒരുപാട് വോട്ടുകൾ വരുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കാരണം എല്ലാ ആൾക്കാരും കൂടെ അവരെയാണ് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തിരുന്നത് എന്നുള്ള ഒരു ഏകദേശ സൂചന അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് പലരും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് അവർ പിന്നീടുള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിവേ, ഇത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ പുറമേ എല്ലാവരും അത് നന്നായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് കൈകൊട്ടിപ്പോയത് നമ്മുടെ അക്ബറും നെവിനും കൂടെയാണ്. അതിനുശേഷം അവർ നിന്ന് പറയുന്നുണ്ട്, ആദില മനഃപൂർവ്വം വന്ന് അറ്റത്തിരുന്നതാണ്. അതായത് ആദ്യം ഇരിക്കുന്ന ആദില വന്ന് മനഃപൂർവ്വം ഇങ്ങേ സൈഡിലിരുന്നു. അതേപോലെ നമ്മുടെ ഷാനവാസും ഇങ്ങേ സൈഡ് നമ്മുടെ അടുത്ത് വന്നിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ പ്ലാൻ ചെയ്യാനായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾക്കെതിരെ നോമിനേറ്റ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാന്. അവർ നമ്മളെ പലതും പറയും, പല കാര്യങ്ങൾ പറയും, ചീത്ത വിളിക്കുന്നെന്ന് പറയും, അതേപോലെ ഫെയറായിട്ട് കളിച്ചില്ലെന്ന് പറയും. അങ്ങനെ പല കുറ്റങ്ങളും പറഞ്ഞ് നമ്മളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അറ്റത്ത് വന്നിരുന്നത്. എന്തായാലും ബിഗ് ബോസ് ഈ കാണിച്ചത് നന്നായി, അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ സന്തോഷിച്ചിരിക്കുന്നത് നമ്മുടെ അക്ബറും അതേപോലെ നെവിനുമാണ്. എന്തായാലും ഫൈനൽ വീക്ക് 2 വീക്കിൽ എല്ലാവരും നോമിനേഷനിൽ വരും. അത് സാധാരണമാണ്. അത് ഇവർക്ക് വേണ്ടി ഫേവറിസം ചെയ്തൊന്നുമല്ല, അങ്ങനെയാണ് വരുന്നത്. എന്തായാലും ആദിലയും ഷാനവാസും മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.